മരിച്ചെന്ന് കരുതി അന്ത്യകർമ്മങ്ങൾക്കൊരുങ്ങവേ ഗൃഹനാഥൻ ജീവനോടെയുണ്ടെന്ന സന്ദേശമെത്തി. കോയമ്പത്തൂരിൽ നാടകീയ സംഭവങ്ങൾ. മരിച്ചെന്ന് കരുതി മൃതദേഹം ഏറ്റുവാങ്ങി വീട്ടിലെത്തിച്ച് അന്ത്യകർമ്മങ്ങൾക്കായി ഒരുക്കങ്ങൾ നടത്തുന്നതിനിടെ ഗൃഹനാഥൻ ജീവനോടെയുണ്ടെന്ന സന്ദേശമെത്തി. കോയമ്പത്തൂർ പൊള്ളാച്ചിക്കടുത്ത് ആനമലയിലാണ് ബന്ധുക്കളെയും നാട്ടുകാരെയും ഒരുപോലെ അമ്പരിപ്പിച്ച നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. പൊത്തനായ്ക്കനൂർ സ്വദേശിയായ മരുതുമുത്തു എന്നയാളാണ് മരിച്ചെന്ന വാർത്തകളെ അടിസ്ഥാനമാക്കി തിരിച്ചെത്തിയത്. കഴിഞ്ഞ ദിവസം വഴിയിൽ ബോധരഹിതനായി വീണ മരുതമുത്തുവിനെ നാട്ടുകാർ ചേർന്ന് പൊള്ളാച്ചി സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ചികിത്സയ്ക്ക് ശേഷം മാർച്ച് 7-ന് ആശുപത്രി വിട്ട ഇദ്ദേഹം സ്വന്തം വീട്ടിലേക്ക് മടങ്ങാതെയും വിവരമൊന്നും അറിയിക്കാതെയും ഒരു ബന്ധുവിന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഇദ്ദേഹത്തെ കാണാതായതോടെ പരിഭ്രാന്തരായ കുടുംബാംഗങ്ങൾ കോട്ടൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. അതിനിടെയാണ് അപ്രതീക്ഷിത സംഭവ വികാസമുണ്ടായത്. തെൻസംഗം പാളയത്ത് അജ്ഞാതനായ ഒരാൾ കുഴഞ്ഞു വീഴുകയും കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിക്കുകയും ചെയ്തു. വിവരമറിഞ്ഞ് ആശുപത്രിയിലെത്തിയ മരുതുമുത്തുവിന്റെ മകനും മറ്റു ബന്ധുക്കളും മരിച്ചത് മരുതുമുത്തുവാണെന്ന് തെറ്റിദ്ധരിക്കുകയായിരുന്നു. മരിച്ചയാൾക്ക് മരുതുമുത്തുമായുള്ള അവിശ്വസനീയമായ രൂപസാദൃശ്യമാണ് ബന്ധുക്കളെ കുഴപ്പത്തിലാക്കിയത്. തുടർന്ന് മൃതദേഹം ഏറ്റുവാങ്ങി വീട്ടിലെത്തിക്കുകയും തിങ്കളാഴ്ച ശവസംസ്കാര ചടങ്ങുകൾക്കായി വിപുലമായ ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്തു. എന്നാൽ അന്ത്യകർമ്മങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് മരുതുമുത്തുവിന്റെ മറ്റൊരു ബന്ധു അദ്ദേഹം ജീവനോടെയും ആരോഗ്യത്തോടെയും ഇരിക്കുന്ന ഒരു വീഡിയോ കുടുംബാംഗങ്ങൾക്ക് അയച്ചു കൊടുത്തത്. ഇതോടെയാണ് സത്യം വെളിവായതും ഏവരും അന്താളിപ്പിലായതും. വിവരമറിഞ്ഞയുടൻ സംസ്കാര ചടങ്ങുകൾ നിർത്തിവെച്ച കുടുംബം പോലീസിനെ വിവരമറിയിച്ചു. ഇതോടെ പോലീസ് സ്ഥലത്തെത്തി അജ്ഞാതന മൃതദേഹം തിരികെ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് തന്നെ മാറ്റി. യഥാർത്ഥത്തിൽ മരിച്ചയാളെ തിരിച്ചറിയാനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.